ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ ഗാർഡൻ മോടി പിടിപ്പിക്കാൻ വേണ്ടി ഗാർഡൻ ലാംപ്സ് വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ ഗാർഡൻ ലാംപ്സ് വാങ്ങിച്ച് വയ്ക്കുക എന്നുള്ളത് കുറച്ച് ചിലവുള്ളൊരു കാര്യമാണ്. കാരണം അതിന് ഇൻസ്റ്റാളേഷൻ ചാർജസ് കൊടുക്കണം, വയറിംഗ് ചാർജസ് കൊടുക്കണം. പോരാഞ്ഞിട്ട് ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. സോ നമ്മുടെ മന്ത്ലിയുള്ള ഇലക്ട്രിസിറ്റി ബില്ലും കൂടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സോളാർ ഗാർഡൻ ലാമ്പ് നമുക്ക് ലഭിച്ചാലോ? അടിപൊളിയായിരിക്കുമല്ലേ? അത്തരത്തിലുള്ള ഒരു കിടിലൻ സോളാർ ലാമ്പാണ് ഇന്നത്തെ ഒരു വീഡിയോടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഹോം ഹോപ്പ് എന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന 15 വാട്ട്സ് സോളാർ LED ഗാർഡൻ ലാമ്പ്. സോ ഒരു ലാമ്പിൻ്റെ കംപ്ലീറ്റ് അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇങ്ങനൊരു പാക്കിങ്ങിലാണ് നമ്മുടെ ഹോം ഹോപ്പിൻ്റെ സോളാർ ഗാർഡൻ ലാമ്പ് വരുന്നത്. എന്തായാലും ബോക്സ് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സോളാർ ഗാർഡൻ ലാമ്പ് തന്നെയാണ്. അതിലേക്ക് പിന്നീട് വരാം. ബാക്കി എന്തൊക്കെയാണ് ബോക്സ് കണ്ടൻസ് എന്ന് നമുക്ക് നോക്കാം. സോ നമുക്കൊരു യൂസർ മാനുവൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാളേഷനെ പറ്റിയും അതുപോലെ തന്നെ വർക്കിങ്ങിനെ പറ്റിയും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു യൂസർ മാനുവൽ റെഫർ ചെയ്തുകൊണ്ട് ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ബാക്കി എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മെറ്റാലിക് പോൾസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് സ്ക്രൂസും കാണാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ബോക്സ് കണ്ടൻസ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ സോളാർ ഗാർഡൻ ലാമ്പ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇവരുടെ കസ്റ്റമർ കെയർ സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സോളാർ പാനലും കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെ ആയിട്ടൊരു മെറ്റാലിക് ബേസ് കാണാൻ സാധിക്കും. അത് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെക്കുവാണെങ്കിൽ നമുക്ക് അവിടെ താഴെയായിട്ടൊരു വൈറ്റ് സ്വിച്ച് കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ ലാമ്പ് ടേൺ ഓൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് ലാമ്പ് ടേൺ ഓൺ ആവുന്നതിന് വേണ്ടിയിട്ട് 3 to 5 സെക്കൻഡ്സിൻ്റെ ഒരു ഡിലേ വരും. അത് സാധാരണമാണ്, അതൊന്ന് നോട്ട് ചെയ്തേക്കുക. അത് മാത്രമല്ല, ഇതേ സെയിം വൈറ്റ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റിംഗ് മോഡ്സിലേക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് 3 ലൈറ്റിംഗ് മോഡ്സ് ആണ് ലഭിക്കുന്നത്: കൂൾ വൈറ്റ്, വാം വൈറ്റ് ആൻഡ് വാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സോളാർ ഗാർഡൻ ലാമ്പ് അസംബിൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. സോ അതിനുവേണ്ടി ആദ്യം തന്നെ ആ ഒരു മെറ്റാലിക് ബേസ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പോൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 പോളിൽ നിന്ന് ഒരു പോൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ സ്ക്രൂ ചെയ്തങ്ങ് ഫിക്സ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തതായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള 2 പോൾസും തമ്മിൽ ഇതേപോലെ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ തമ്മിൽ അറ്റാച്ച് ചെയ്ത പോൾസ് ഉണ്ടല്ലോ, അത് നമ്മുടെ സോളാർ ഗാർഡൻ ലാമ്പിലേക്ക് ഇതുപോലെ തന്നെ സ്ക്രൂ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന 2 പോൾസും തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ 2 പോൾസും തമ്മിലൊന്ന് സ്ക്രൂ ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ അസംബ്ലിംഗ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ ഗാർഡൻ ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെയധികം സിമ്പിളാണ്. ഇതിൻ്റെ യൂസർ മാനുവൽ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഈ ഒരു ഗാർഡൻ ലാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ ഗാർഡനിൽ കൊണ്ടുപോയി ഈ ഗാർഡൻ ലാമ്പ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ ഈസിയാണ്. ഇനി ഈ സോളാർ ഗാർഡൻ ലൈറ്റിൻ്റെ മറ്റ് പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് 15 വാട്ട്സും 1200 ലൂമിനൻസിൻ്റെ ബ്രൈറ്റ്നസ്സിൽ ലഭിക്കുന്ന അഡ്വാൻസ്ഡ് 5.1 SMD 3030 ഫിലിപ്സ് LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 3 ലൈറ്റിംഗ് മോഡ്സും അവൈലബിൾ ആണ്: കൂൾ വൈറ്റ്, വാം വൈറ്റ് ആൻഡ് വാം. നിങ്ങൾക്ക് പുറകിൽ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ലൈറ്റിംഗ് മോഡ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ സോളാർ ഗാർഡൻ ലാമ്പിൻ്റെ കംപ്ലീറ്റ് ബിൽഡ് വന്നിരിക്കുന്നത് അലൂമിനിയം അലോയ് യൂസ് ചെയ്തും അതുപോലെ തന്നെ പോളി കാർബണേറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തുമാണ്. സോ അതുകൊണ്ട് തന്നെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഒപ്പം തന്നെ IP65 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അതായത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഗാർഡനിൽ വയ്ക്കുമ്പോൾ മഴ പെയ്താലോ അല്ലെങ്കിൽ വെള്ളം നനഞ്ഞാലോ ഒന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരില്ല. കംപ്ലീറ്റ്ലി വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഈ സോളാർ ഗാർഡൻ ലാമ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന സോളാർ പാനൽസ് എന്ന് പറയുമ്പോൾ മൈക്രോ ക്രിസ്റ്റലൈൻ സോളാർ പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ സോളാർ ഗാർഡൻ ലാമ്പ് കംപ്ലീറ്റ്ലി സോളാർ പവർ യൂസ് ചെയ്ത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 6 to 8 അവേഴ്സാണ് എടുക്കുന്നത്. 6 to 8 അവേഴ്സ് എടുത്ത് കംപ്ലീറ്റ്ലി ചാർജ് ആയി കഴിഞ്ഞാൽ നമുക്ക് 2 ഡേയ്സിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ് ലഭിക്കുന്നത്. വളരെ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഗാർഡൻ ലാമ്പ്സ് എന്ന് പറയുമ്പോൾ രാവിലെ ആകുമ്പോൾ ഓഫ് ആക്കണം, രാത്രി ആകുമ്പോൾ നമ്മൾ ഓൺ ആക്കണം. ഇതാകുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി തന്നെ രാവിലെ ആകുമ്പോൾ ഓഫ് ആയിട്ട് ഇതിൻ്റെ ചാർജിങ് സ്റ്റാർട്ട് ആവും, രാത്രി ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റോപ്പ് ആയിട്ട് ലാമ്പ് ഓൺ ആവും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 3499 രൂപയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ആമസോൺ പ്രൈസ് വരുന്നത്. എന്തായാലും പർച്ചേസ് ലിങ്ക് എല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.